മൂന്നാം ദിനവും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇറാനിലെ ഗ്യാസ് ഫീൽഡും എണ്ണപ്പാടവും ഇസ്രയേൽ ആക്രമിച്ചു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10ആയി. 200ഓളം പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്നലെ രാത്രിയാണ് ടെഹ്റാനിലെ എണ്ണപ്പാടം ഇസ്രയേൽ ആക്രമിച്ചത്. ബുഷഹർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയിലാണ് ബോംബിട്ടത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്ന്. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇറാൻ പ്രതിരോധ മന്ത്രാലയവും സൈനിക ഗവേഷണ കേന്ദ്രവും ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളും ഇന്നലെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയുടെ ഭാര്യയും മകളും രാത്രിയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 80ആയി. മരിച്ചവരിൽ 20 പേർ കുട്ടികളാണ്. 800ഓളം പേർക്ക് പരിക്കേറ്റു. പുലർച്ചെയോടെയാണ് ഇറാന്റെ തിരിച്ചടി ആരംഭിച്ചത്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ഹൈഫ, ടെല്ലവീവ്, ജെറുസലേമിലുമടക്കം വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ബാറ്റ്യാമിൽ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇസ്രയേലിലെ മരണസംഖ്യ 10ആയി. 200ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ കാണാതായെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇറാൻ നേരിട്ടോ അല്ലാതെയോ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മേഖലയിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ നിലവിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.